ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാണ്. മോഡേൺ ഡ്രസ്സ് ഇട്ട് നെറ്റിയിൽ സിന്ദൂരവും വാരിപ്പൂശി നടക്കുന്നത് കാണുമ്പോൾ സത്യത്തിലൊരു കോമഡി ലുക്കാണ്. ഇതൊരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട പോസ്റ്റാണെന്ന് വ്യക്തമാണ്. പിന്നെ ഈ പോസ്റ്റ് ഇട്ടവനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ സിന്ദൂരം വെക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലെ താനിത് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? പിന്നെ മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരമാണോ താൻ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നത്? അല്ലല്ലോ, തൻ്റെ ഇഷ്ടപ്രകാരമല്ലേ. ആര് എന്ത് ഇടണം അല്ലെങ്കിൽ എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കാനും അതിനു മേലെ ഒരു ചർച്ചയാക്കാനും തനിക്ക് ഒരു അർഹതയുമില്ല. മനസ്സിലായോ? ഇതിന് നീ ഊള ആചാരം എന്ന് പറഞ്ഞു. അതായത് ഈ സിന്ദൂരം വെച്ച് നടക്കുന്നത് പണ്ടുള്ളവരുണ്ടാക്കിയ എന്തോ ഊള ആചാരമാണെന്ന്. അപ്പം നിൻ്റെ ഇതിലുണ്ടാക്കിയ ഊള ആചാരം എന്താണെന്ന് എനിക്കറിയോ? അറിയെങ്കിൽ നീ ആദ്യം അത് എടുത്തിട്ട് പോസ്റ്റ് ഇട് കേട്ടാ. അല്ലപ്പാ, നാട്ടിൽ ഇവളിപ്പോൾ സിന്ദൂരം വെച്ചതാണ് ഇവൻ്റെ പ്രശ്നം. വേറെ എന്തെല്ലാം നടക്കുന്നു അതൊന്നും എടുത്തിട്ട് പോസ്റ്റ് ഇടാനോ പറയാനോ ഒന്നും നേരമില്ല. ബസ്സുകാരെല്ലാം എടുക്കുന്ന സ്പീഡൊക്കെ കണ്ടിനാ. ചുമ്മാ കാറിൻ്റെ ബാക്കിൽ ഡ്രൈവ് പോകുന്നതിൻ്റെ ഇടയിൽ ഓൺ അടിച്ചുകൊണ്ട് പോക്കാണ്. എന്തോ വലിയ സത്യം പറഞ്ഞാൽ അപ്പിടാൻ മുട്ടിയിട്ട് പോകുന്ന പോലെയാന്ന് പോകുന്നത്. ഇതൊന്നും ആർക്കും കാണാനും കേൾക്കാനും ഒന്നും അല്ലെങ്കിൽ പറയാനൊന്നും നേരമില്ല. ഇപ്പം ഈ കുട്ടി സിന്ദൂരം വെച്ചിട്ട് മോഡേൺ ഡ്രസ്സ് ഇട്ടതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ആ കുട്ടി സിന്ദൂരം വെച്ചത് നിന്നെ കാണിക്കാനല്ല, അല്ലെ നിനക്ക് അത് കണ്ടിട്ട് രസിക്കാനുമല്ല. അത് അവളുടെ ഇഷ്ടം, അവൾ വെച്ചു, ഓക്കെ. അല്ലാണ്ട് നിനക്ക് അതിൻ്റെ എന്തെന്ന് കാണാൻ രസമില്ല അങ്ങനെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ല അവൾ സിന്ദൂരം വെച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കമൻ്റ് ഇട്ടവരോടാണ്. ആക്ച്വലി ഇവനെയൊക്കെ തെറി വിളിച്ച് ഓടിക്കുക എന്നല്ലാണ്ട് നമ്മൾ ഈ സിന്ദൂരത്തിൻ്റെ മഹത്വവും അല്ലെങ്കിൽ ഈ ബുർക്കൻ്റെ മഹത്വവും ഒന്നും ഇവനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അതെല്ലാം ഇടുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ മഹത്വം എന്താണെന്നും എന്തിനാണ് ഇടുന്നതെന്നൊക്കെ. പിന്നെ ഇത് ഒരു പോസ്റ്റ് കണ്ടു, നിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങൾ ജെട്ടി ഇടുന്നതുണ്ടോ എന്ന് നോക്കിയാൽ പോരെ, എന്നിട്ട് പോരെ വേറുള്ളവരുടെ. ആക്ച്വലി അവൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ അവരെന്ത് തെറ്റ് ചെയ്ത്? ഇവനൊരു ഊളയായിപ്പോയതിന് അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ ഫാമിലിനെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഈ പോസ്റ്റ് ഇട്ട ആൾക്ക് നല്ലോണം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ നമ്മൾ അവരുടെ വീട്ടുകാരെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടോ ഒന്നും അല്ലെങ്കിൽ റിലീജിയനെ പറ്റിയിട്ട് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതലും നമ്മളെ നാട്ടിലത്തെ പ്രശ്നങ്ങൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആക്കി കണ്ടിട്ട് അത് പോസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ശരിയാക്കാൻ നോക്കുക. അല്ലാണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പോസ്റ്റ് ഇട്ടിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ വായിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ കമൻറ്റ്സ് നല്ല പൊളിച്ചടുക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ ആർക്കും അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒബ്വിയസ്ലി ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാനും ഈ പോസ്റ്റ് എടുത്തിടാൻ കാരണം. എനിക്കും അങ്ങോട്ട് തീരെ സഹിച്ചില്ല. എന്താ വെച്ചാൽ ഞാനും മോഡേൺ ഡ്രസ്സിൻ്റെ മേലെ സിന്ദൂരം വെച്ച് നടക്കുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.